24 വർഷത്തിന് ശേഷം മോഹൻലാലിന്റെ എവർഗ്രീൻ കഥാപാത്രം വിശാൽ കൃഷ്ണമൂർത്തിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ്. വിജയ് തൃഷ ബന്ധം വീണ്ടും വലിയ ചർച്ചയാവുകയാണ്. പുതിയ വെളിപ്പെടുത്തലുമായി ഗായിക സുചിത്ര രംഗത്തെത്തി. അമ്മ സംഘടനയിൽ തലമുറ മാറ്റം ആഗ്രഹിച്ചെങ്കിലും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും അത് വിസമ്മതിച്ചുവെന്ന് പറയുകയാണ് ജഗദീഷ്. നടൻ മമ്മൂട്ടിയുടെ പക്ഷി ചിത്രത്തിന് ലഭിച്ചത് ലക്ഷങ്ങളാണ്. മോഹൻലാലിന്റെ അണ്ടർ റേറ്റഡ് ചിത്രങ്ങളിലൊന്നാണ് മിസ്റ്ററി ഹൊറർ ചിത്രമായ ദേവദൂതൻ. ഡോൾബി അറ്റ്മോസ് 4K ദൃശ്യ ശബ്ദ വിന്യാസങ്ങളിലേക്ക് റീമാസ്റ്റർ ചെയ്യപ്പെട്ട് റിലീസിന് ഒരുങ്ങുകയാണ് ദേവദൂതൻ. ഇതിനോടനുബന്ധിച്ചുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറക്കാർ പുറത്തുവിട്ടു. മോഹൻലാൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റർ ലോഞ്ച് ചെയ്തത്. രഘുനാഥ് പാലേരിയുടെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രം റീമാസ്റ്ററിങ്ങിനൊപ്പം എഡിറ്റിംഗും നടത്തിയാണ് പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്നത്. ഹൊററും മിസ്റ്ററിയും പ്രണയവും സംഗീതവുമെല്ലാം ഇഴചേർത്ത ത്രില്ലറായിരുന്നു ദേവദൂതൻ. സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ എത്തുന്നു. കൗതുകമുണർത്തുന്ന പ്ലോട്ടും മോഹൻലാലിന്റെ ശ്രദ്ധേയമായ പ്രകടനവും വിദ്യാസാഗർ എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ മാസ്മരിക സംഗീതവുമാണ് ഈ ചിത്രത്തെ പ്രേക്ഷകർക്കിടയിൽ ഇന്നും ചർച്ചാ വിഷയമാക്കുന്നത്. ജനപ്രീതിയുള്ള മികച്ച ചിത്രം, മികച്ച കോസ്റ്റ്യൂം, മികച്ച സംഗീത സംവിധാനം എന്നിങ്ങനെ 3 സംസ്ഥാന അവാർഡുകൾ ചിത്രം കരസ്ഥമാക്കിയിട്ടുണ്ട്. കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കറാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് വിദ്യാസാഗറാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. നടൻ വിജയും നടി തൃഷയും തമ്മിലുള്ള ബന്ധം വീണ്ടും ചർച്ചയാവുകയാണ്. വിജയുടെ ജന്മദിനത്തിന് ഒരു ദിവസത്തിന് ശേഷം വിജയ്ക്കൊപ്പം ലിഫ്റ്റിൽ നിൽക്കുന്ന ഫോട്ടോ സഹിതം വിജയ്ക്ക് ആശംസകൾ നേർന്നിരുന്നു നടി തൃഷ. എന്നാൽ പുതിയ ഗോസിപ്പുകൾക്കാണ് ഈ ചിത്രം വഴിവെച്ചത്. ചിത്രം വൈറലായെങ്കിലും അതിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ പല പുതിയ കാര്യങ്ങളും ഉയർന്നു വന്നു. എക്സിലെ നിരവധി ആരാധകർ ഈ ഫോട്ടോ ഡീകോഡ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് വിജയും തൃഷയും തമ്മിൽ അഫെയർ ആണ് എന്ന തരത്തിൽ വരെ ഗോസിപ്പ് പൊങ്ങി വന്നത്. ദളപതി വിജയ് രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ആഗ്രഹിക്കുന്നു എന്നതിനാൽ ഈ അഭ്യൂഹം ഒരു പ്രശ്നമാകുമെന്ന് നിരവധി ആരാധകരും വിശ്വസിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചർച്ച തുടരുന്നുണ്ടെങ്കിലും തൃഷയോ വിജയോ അവരുടെ പ്രതിനിധികളോ ഈ അഭ്യൂഹങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ തമിഴകത്തെ വിവാദ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന ഗായിക സുചിത്ര ഇപ്പോൾ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുകയാണ്. വിജയും ഭാര്യ സംഗീതയും വീണ്ടും പഴയതുപോലെ ആകണം. വിജയുടെ ഈഗോ കാരണം ചെറിയ വഴക്കിന്റെ പേരിലാണ് ഇരുവരും പഴയ നല്ല ബന്ധത്തിൽ അല്ലാത്തത്. അതിനിടയിലാണ് തൃഷയെ പോലെയുള്ള അട്ടകൾ കയറി വരുന്നത്. ലിഫ്റ്റിൽ നിന്നും എടുത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ മുതൽ വിജയ്ക്ക് മുകളിൽ അവകാശം സ്ഥാപിക്കാൻ അവൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെന്നും വ്യക്തമാണെന്നും സുചിത്ര പറഞ്ഞു. ഒരു അഭിമുഖത്തിലായിരുന്നു സുചിത്രയുടെ വെളിപ്പെടുത്തൽ. ചില ആളുകൾ മറ്റുള്ളവരെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് എനിക്കിഷ്ടമല്ല. പലരും വിജയ് തൃഷ ബന്ധത്തെ MGR ജയലളിത ബന്ധവുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. MGRന്റെ ജീവിതത്തിൽ കയറി വന്ന അട്ടയായിരുന്നു ജയലളിത. MGRൽ നിന്നും ജയലളിത എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും പഠിച്ചു. പിന്നീട് അദ്ദേഹത്തെ തന്നെ സൈഡാക്കി. കരുണാനിധിക്ക് പോലും അതിൽ സങ്കടമുണ്ടായിരുന്നു. ജയലളിത തന്റെ സുഹൃത്തായ MGRനോട് ഇങ്ങനെ പെരുമാറുന്നത് കരുണാനിധിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ MGRന് ശേഷം ജയലളിത രാഷ്ട്രീയത്തിൽ നന്നായി പ്രവർത്തിക്കുകയും നല്ല പ്രശസ്തി നേടാൻ പ്രയത്നിക്കുകയും ചെയ്തു. വിജയ് അവരുടെ പാത പിന്തുടരേണ്ടതില്ല. വിജയിക്കാൻ ഇത് വഴിയല്ല. പ്രത്യേകിച്ച് ഇതുവരെ ഇലക്ഷനിൽ പോലും മത്സരിക്കാത്ത ഒരു പാർട്ടിയുടേതല്ല. വിജയ്ക്ക് ആരാണ് ഈ ഉപദേശം നൽകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വളരെ തെറ്റാണെന്നും സുചിത്ര വ്യക്തമാക്കി. ചിത്രീകരണ കാലം തൊട്ടേ ഭാഷാഭേദമന്യേ രാജ്യമൊട്ടാകെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ചിത്രീകരണം നീണ്ടുപോകുന്തോറും പ്രഭാസിന്റെ സിനിമയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത തെല്ലൊന്നു കുറഞ്ഞിരുന്നു. പക്ഷേ റിലീസായപ്പോൾ പ്രതീക്ഷകൾക്കപ്പുറമുള്ള വൻ വിജയമാണ് ചിത്രം നേടിയിരിക്കുന്നത്. അതെ, പ്രഭാസിന്റെ കൽക്കി വെറും 4 ദിവസം കൊണ്ട് ആഗോളതലത്തിൽ ആകെ 500 കോടി രൂപയിലധികം നേടിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ അടുത്ത 1000 കോടി ചിത്രമായിരിക്കും കൽക്കി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വീണ്ടും പ്രഭാസ് നായകനായ ഒരു ചിത്രം രാജ്യമൊട്ടാകെ ചലനമുണ്ടാക്കുകയാണ്. രാജ്യമൊട്ടാകെ ആരാധകരുള്ള പ്രഭാസിന് ബാഹുബലിക്ക് ശേഷം വീണ്ടും വൻ സ്വീകാര്യത ലഭിക്കുന്നു എന്നത് ചിത്രത്തിന്റെ വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്.
കമൽ ഹാസനും നിറഞ്ഞാടുമ്പോൾ അമിതാഭ് ബച്ചനും ചിത്രത്തെ തോളിലേറ്റുന്നു. പ്രഭാസിന്റെ കൽക്കി 2898 AD സിനിമയിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ച് നിർമ്മാതാക്കൾ രംഗത്തെത്തിയിരുന്നു. കലാസൃഷ്ടിയിൽ നമുക്ക് മതിപ്പുണ്ടാകണം, അപ്ഡേറ്റുകളിൽ സ്പോയിലറുകൾ നൽകരുത്, സിനിമാ പ്രേക്ഷകരുടെ കാഴ്ചാനുഭവം നശിപ്പിക്കരുതെന്നും പറയുകയായിരുന്നു നിർമ്മാതാക്കൾ. സിനിമയുടെ ഉള്ളടക്കം നമുക്ക് പുറത്തുവിടാതിരിക്കാം, സിനിമയുടെ വിജയം നമുക്ക് ഒന്നിച്ചാഘോഷിക്കാമെന്നും നിർമ്മാതാക്കൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. അമിതാഭ് ബച്ചനും കമൽ ഹാസനും പുറമെ ചിത്രത്തിൽ ദീപിക പദുക്കോണും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും അമ്മ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചിരുന്നത് സംഘടനയുടെ പുതിയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജഗദീഷ് പറയുന്നു. ഇരുവരും വിസമ്മതം അറിയിച്ചതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മോഹൻലാൽ തീരുമാനിച്ചത്. പരിഭവിച്ചു നിൽക്കുന്നവരെയും ഒപ്പം ചേർത്ത് മുന്നോട്ടു പോകാനാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നതെന്ന് ജഗദീഷ് പറഞ്ഞു. താരങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ സംഘടനയിലെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ലെന്നും ജഗദീഷ് പറയുന്നു. അമ്മ നേതൃത്വത്തിൽ തലമുറ മാറ്റം ആഗ്രഹിച്ചിരുന്നുവെന്നും ജഗദീഷ് വ്യക്തമാക്കി. പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ആലോചിച്ചെങ്കിലും തിരക്ക് കാരണം ഇരുവരും പിന്മാറുകയായിരുന്നു. വനിതകളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പരിഭവിച്ച് മാറി നിൽക്കുന്നവരെ സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അമ്മയിലെ മത്സരത്തിനു പിന്നിൽ താരങ്ങളുടെ രാഷ്ട്രീയ ചേരിതിരിവില്ലെന്നും ജഗദീഷ് പറഞ്ഞു. നടൻ മമ്മൂട്ടി എടുത്ത പക്ഷി ചിത്രത്തിന് ലേലത്തിൽ കിട്ടിയത് 3 ലക്ഷം രൂപയാണ്. ഇലത്തുമ്പിൽ വിശ്രമിക്കുന്ന നാട്ടുബുൾബുളിന്റെ ചിത്രമാണ് ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ ലേലത്തിൽ മലപ്പുറം സ്വദേശിയായ വ്യാപാരി സ്വന്തമാക്കിയത്. പുതുതായി നിർമ്മിക്കുന്ന ആഡംബര ഹോട്ടലിന്റെ ചുമരിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കും. മമ്മൂട്ടി എന്ന ചിത്രത്തിൽ കയ്യൊപ്പും ചാർത്തിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ അടിസ്ഥാന വില. പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന ഇന്ദുചൂഡന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായി ഇന്ദുചൂഡൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പക്ഷിചിത്ര പ്രദർശനത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ചയാണ് ലേലം നടന്നത്. മമ്മൂട്ടി ഉൾപ്പെടെ 23 ഫോട്ടോഗ്രാഫർമാരുടെ 61 ചിത്രങ്ങളായിരുന്നു പ്രദർശനത്തിനുണ്ടായിരുന്നത്.